ഈ ബബ്ലൂസിന്റെ ഒരു പ്രഗ്നൻസി പോലെയല്ല ഇതൊരു വ്യത്യാസമുള്ളൊരു ആക്കെ കഴിക്കാൻ പറ്റുന്നില്ല. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇപ്പൊ സമയം ഏകദേശം രാവിലെ 8 മണി ആവാനായി. അപ്പൊ ഉറങ്ങിയിട്ടില്ല ഗൈസ്, സംഭവം എല്ലാം പറഞ്ഞുതരാം. ഉറക്കം വന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രഗ്നൻസിയിൽ ഈ ഒരു പ്രശ്നമുണ്ടോ? ഈ ഉറക്കമില്ലായ്മ എനിക്കൊരു പ്രശ്നമാണ്. ഞാൻ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. രാവിലെ ആയപ്പോ ഞാനൊരു ചായം 2 ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട്. നമ്മുടെ ബീട്രൂട്ട് ലഡു ഉണ്ടാക്കാൻ ആഗ്രഹം, ആഗ്രഹമല്ല കണ്ടന്റ്. എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടന്റിന് വേണ്ടി എന്താ പറയാ, ബീട്രൂട്ട് ഹൽവ എന്നൊക്കെ ആയി പോകുന്നു. ലഡു നമ്മൾ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാം. അപ്പൊ മോർണിംഗ് ബീട്രൂട്ട് വ്ളോഗാണിത്. മോർണിംഗ് ബീട്രൂട്ട് ലഡു ഉണ്ടാക്കുന്ന ആൾക്കാര്. നിങ്ങൾ ഈ ഉറക്കത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ ഉറങ്ങുന്നുണ്ട്, പക്ഷെ സമയം മാറുന്നു. ഉറക്കുമ്പോൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ബീട്രൂട്ട് വൃത്തിയായി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ജ്യൂസ് അടിക്കാനല്ല. ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ ബീട്രൂട്ട് ലഡു? ഇല്ല. നമ്മള് കാണാൻ നല്ല രസമുണ്ട്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും അറിയില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ അകത്തൊരു ബദാമൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് അരിഞ്ഞിട്ട് ജ്യൂസ് അടിക്കണം. എല്ലാരും ചോദിച്ചിരുന്നു ഗൈസ്, ഞാൻ എവിടെ പോയി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ മിസ്സിംഗ് ആണ് പല സ്ഥലത്തുനിന്നും. ഇപ്പൊ പല ഷോർട്സിലും ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇത് ലാസ്റ്റ് കഴിക്കാത്ത എന്താന്ന്. കാരണം ആൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ആ ഷോർട്ടിലൊക്കെ കഴിക്കാത്തത്. അത് വിശദമായി ഞാനൊരു വ്ളോഗ് എടുത്തു വെച്ചിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. 2 ആഴ്ചയായി. അതെന്തായിരുന്നു, ട്രൈമസ്റ്റർ അല്ലേ? അതേപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി റിലേഷന് ഒക്കെ വരാനുണ്ട്. എല്ലാം എടുത്തു വെച്ചതാണ് 2 ആഴ്ച. ആക്ക് അപ്പൊ ഈ ഒരു പ്രഗ്നൻസി ബബ്ലൂസിന്റെ ഒരു പ്രഗ്നൻസി പോലെയല്ല, ഇതൊരു വ്യത്യാസമുള്ളൊരു ജേണിയാണ്. കാരണം ഈ സമയം നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നം ബിപി ഷൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് മിത്തേട്ടന്റെ പരിപാടി അല്ലാണ്ട് വേറെ കുറെ പരിപാടികൾ ഒന്നും നമുക്ക് പോയിട്ടില്ല. നമ്മള് ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ബാവ പുറത്തേക്ക് ഇറങ്ങിയില്ലല്ലേ? സത്യം, അത് അന്ന് ഇറങ്ങിയ ഒരു ഇറക്കേ, പിന്നെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ കുഞ്ഞുവാ ദുബായിലൊക്കെ പോയി സർക്കിട്ട്. ഹൈഡാ. അതേപോലെ തന്നെ ഇന്നലെയാണ് ആള് ഉറങ്ങി എണീച്ചത്. രാവിലെ ഇത് കഴിഞ്ഞിട്ട് ലഡു കഴിച്ചിട്ടാണോ നീ ഉറങ്ങുന്നത്? അയ്യോ, ഞാൻ കഴിക്കില്ലല്ലോ. അപ്ഡേറ്റ് നമുക്ക് കുഞ്ഞു കൊമ്പൊക്കെ വന്നു. ഇത് കൊമ്പല്ല, അത് പാറ്റിന്റെ കയറാണ്. നമുക്ക് കുഞ്ഞു കൊമ്പൊക്കെ വന്നു. അപ്പം നമുക്ക് കട്ട് ചെയ്യാം. ഇത് ജ്യൂസ് അടിക്കാനായതുകൊണ്ട് ജസ്റ്റ് ഞാനിങ്ങനെ കട്ട് ചെയ്താൽ പോലെ. അങ്ങനെ കട്ട് ചെയ്താണ്. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഷോർട്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബീട്രൂട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഷോർട്സിന് വേണ്ടി ഒന്ന് കട്ട് ചെയ്യുമ്പോൾ സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ എടുക്കാറ്. ഇത് ഡെയിലി നമ്മൾ വ്ളോഗ് ഉള്ളതിനെ കൊണ്ട് നമ്മൾ വ്ളോഗ് കുറവാണ്, എത്രയോ കുറവാണ്. റെഡ് കളർ വെള്ളം. അമ്മ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോ ഇത് വെച്ചിട്ട് മറ്റേ ലിപ്സ്റ്റിക് ഞാനും ചെയ്യലുണ്ടായിരുന്നു. ഇങ്ങനെ രാവിലെ ഒക്കെ അമ്മ ബീട്രൂട്ട് മുറിച്ചോണ്ടിരിക്കണം, എല്ലാം പോയിട്ട് ഒരു പീസ് എടുത്ത് വന്നിട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക്. അതൊരു പ്രത്യേക കളറായിരുന്നല്ലേ. അതൊരു ഹാക്കാണല്ലേ. അപ്പം എല്ലാം ഉണ്ടാക്കുന്നില്ലേ, ദോശ മാവില് വരെ ഒഴിക്കുന്നില്ലേ, നമ്മൾ ലഡു വരെ ഉണ്ടാക്കാൻ പാടി. ഇവിടെ
നമുക്ക് അടുക്കളയിൽ 2 ചെടികളുണ്ട്. രണ്ടും 2 സ്പെഷ്യൽ ആൾക്കാർ തന്നു. അത് ശരിയാ, ഗിഫ്റ്റ് ആയിട്ടല്ലേ? ഗിഫ്റ്റ് ഇത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് നമ്മുടെ ബർത്ത്ഡേക്ക് ചക്കോടി ചേച്ചിയും കൂടി തന്ന ഗിഫ്റ്റ് ആണ്. ആനച്ചെടി. അതിന്റെ ചെറിയ ഇലകളൊക്കെ വാടി തുടങ്ങിയിട്ടില്ല. പക്ഷെ പാടില്ല. ഓ അപ്പൊ അത് ഇലക്ക് എന്തോതായിട്ട് എനിക്ക് തോന്നുന്നു ഉള്ളി അത് പറിച്ചു കൊടുക്കണം അല്ല. അല്ല, ആ ഉണങ്ങുമ്പോ അത് വീട് പോവും. പക്ഷെ വേറെ ഇല വരുന്നുണ്ട്, കൈ വരുന്നുണ്ട്. അതാണ് ആ ചെടി. പിന്നെ ഈ ഒരു ചെടി ഏതാന്ന് വെച്ചാല് ഇതിൽ ഒരു ഇല ഇതായിട്ടുണ്ട്. ഈ ഒരു ചെടി ഇനിയിപ്പോ നമുക്ക് മാറ്റി കുഴിച്ചിടണം. ഈ ചെടി ഏതാന്ന് വെച്ചാല് മിത്തുവേട്ടൻ ഏതോ വീട്ടിൽ പോയി അവർ കാണാതെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി മിത്തേട്ടൻ പറിച്ചെടുത്തിട്ട് മിത്തേട്ടന് പറിച്ചെടുത്തു. ഞങ്ങൾക്ക് 2 തന്നു. അപ്പൊ ആ ഒരു ചെടിയാണ് ഈ ഒരു ചെടി. നീണ്ടല്ലേ? അതെ, അത് ആദ്യം ഇതിന്റെ മേലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ നീണ്ടപ്പോ നമ്മൾ താഴെ എടുത്ത് വെച്ചതാണ്. എത്രയും പെട്ടെന്ന് നമുക്കത് മണ്ണിലേക്ക് മാറ്റണം. ഇപ്പൊ വെള്ളത്തിലാണ് ആശ വളർന്നുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അത് മണ്ണിലേക്ക് ആക്കണം. ഇനി അടുത്ത നമുക്ക് ഇത് ജ്യൂസ് അടിക്കണമല്ലേ? ജ്യൂസ് അടിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ജ്യൂസ് അടിക്കാം. അപ്പോൾ നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മ ഇതെങ്ങനെ സംഭവം ഉണ്ടാക്കുക? ഇതിപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ച് എന്നിട്ട് റവ ഉണ്ട്, പിന്നെ നെയ്യിൽ റവ വറുത്ത് ഈ ജ്യൂസ് അതിൽ ഒഴിച്ച് നല്ല ടൈറ്റാക്കി കൊണ്ടുവരണം. എന്നിട്ട് ഉരുട്ടി ഇനി അതിനെന്തൊക്കെയാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വെക്കും. അങ്ങനെ നമ്മൾ സെറ്റ് പെട്ടെന്ന് കഴിയുന്ന ഒരു പരിപാടിയല്ലേ? റവ ആയതുകൊണ്ട് പെട്ടെന്ന് കഴിയും. പഞ്ചസാര ഇടണം, പാലും പഞ്ചസാര ഇടണം. പാലും അതാ മിക്സ് ആയത്. എന്നാ നമുക്ക് ലഡു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലേ? ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കഴിയും. ഒരു പണി ചെയ്യാണ്ടേ വെറുതെ കാണിക്കാൻ വേണ്ടി മാത്രം ഷോർട്സിന് അതെ ഇവിടെ ഷോർട്സ് എടുത്തോണ്ടിരിക്കുകയാണ്. ഷോർട്സ് കാണിക്കാൻ വേണ്ടി മാത്രം ഒരാള് മിക്സ് അടിക്കുന്നുണ്ട് ഗൈസ്. സ്വിച്ച് ഓണാക്കണം മിസ്റ്റർ. സമയം ഇതാ 8 മണിയായി. അപ്പൊ നമുക്ക് നമ്മുടെ ബബ്ബുഷ് കുട്ടനെ എണീപ്പിക്കാം. ആള് വീഴാതിരിക്കാൻ ചുറ്റിലും തലയണ വെച്ചതാണ്. ബബ്ബുഷുട്ടാ, അമ്മേന്റെ ബബ്ബുച്ചുട്ടാ, ഷിന്നപ്പാ, ചൂലില് പോവണ്ടേ? നമ്മച്ച് ശൂലില് പോവണ്ടേ? ഒക്കാനോടാ വാവാവുണ്ടോ? ഓയ് ഗുണ്ടപ്പ, ഇവിടെ നോക്കൂ ഗുണ്ടപ്പ. നിങ്ങൾ എന്റെ സ്വപ്നം കണ്ടത്? രാത്രി അമ്മ എന്തോ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നല്ലോ, അതെന്താ സ്വപ്നം കണ്ടത്? ഓയ് ശുഞ്ഞപ്പ, ഓയ് ശുഞ്ഞപ്പ. ഹലോ ശുഞ്ഞപ്പ, ഹലോ ഹലോ. നമുക്ക് എണീക്കണ്ടേ? എണീക്കുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല, അപ്പം എണീപ്പിക്കണം. അപ്പോൾ ഹലോ, എണീക്കണ്ടേ? അമ്മയുടെ കുട്ടിക്ക് എണീക്കണ്ടേ? ഷൂലിൽ പോവണ്ടേ? രക്ഷയില്ല ഗൈസ്. അപ്പം ഞാൻ പോയിട്ട് ഇയാളെ എണീപ്പിച്ചിട്ട് വരാം. വാവ ബബ്ലൂസിനെ ഉണർത്താൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്, എണീച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഇത് വറുത്തോണ്ട് നിൽക്കല്ലേ അമ്മേ? ഇത് എത്ര സമയം എടുക്കും? 10 മിനിറ്റ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. സംഭവം പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു പരിപാടിയല്ല, എന്ന് വെച്ചാൽ നമുക്കൊരു 10-15 മിനിറ്റ് മതി ഇതൊന്ന് സെറ്റാക്കാൻ.
കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേഗം കഴിയും. വാവയ്ക്കൊക്കെ ബീട്രൂട്ട് നല്ല താല്പര്യം. എനിക്ക് സത്യം പറഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ചോയ അങ്ങോട്ട് ഇഷ്ടമല്ല. നല്ല ഗുണമുള്ളതാണെങ്കിലും എനിക്ക് വലിയ താല്പര്യമുള്ള ആളല്ല. അമ്മയ്ക്ക് ഇങ്ങനെയാ ബീട്രൂട്ട് ഇഷ്ടമാണ്. അപ്പം ബീട്രൂട്ട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഇതൊന്ന് ഇത് ഇപ്പം ഞാൻ കഴിക്കലുണ്ടാവും. ഞാൻ വയറൊക്കെ കുറയ്ക്കാൻ വേണ്ടി ചെറിയൊരു ഡയറ്റിലാണ്. അതുകൊണ്ട് ഇപ്പം എൻ്റെ ട്രെയിനർ പറയുന്ന ഫുഡും കഴിച്ച് ഒരു 2 മാസം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുക. ഇതെന്താ നമ്മളെ ഹൽവ ഏകദേശം ഹൽവയല്ല ലഡു അവസാന ഘട്ടത്തിലെത്തി. ആൾ എണീക്കാൻ കുറച്ച് സമയം എടുക്കും. വാവ പോയിട്ട് സെറ്റാക്കി എണീപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഇതിൻ്റെ സ്മെല്ല് അധികം പറ്റുന്നില്ല തോന്നുന്നു. അതുകൊണ്ടാണ് മാറിയത്. നമ്മളിങ്ങനെ ഉരുട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഭംഗിക്ക് ഒരു ബദാം നമ്മൾ വെക്കുന്നുണ്ട് അല്ലേ? അപ്പം നമ്മളെ ലഡു ഇതാ തയ്യാറായിട്ടുണ്ട്. എനിക്ക് ഡയറ്റായതിനെ കൊണ്ട് കഴിക്കുന്നില്ല. വാവയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഇതിൻ്റെ നെയ്യിൻ്റെ സ്മെല്ല് വാവയ്ക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ആൾ പോയി കിടന്നു. ഇനിയിപ്പോൾ ഉറക്കമായിരിക്കും. ഇപ്പോൾ ഒരു 9 മണി ആയിട്ടേ ഉള്ളൂ. ആൾ ഇനി ഉറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കുന്നുള്ളൂ. അമ്മ എന്താ പ്രതിമ പോലെ നിൽക്കുന്നത്? കഴിച്ചു നോക്കാം അമ്മ, കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? നമ്മൾ കഴിച്ച പാളിയോന്ന് അറിയണ്ടേ? പാളിയിട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. മധുരം ഉണ്ടോ? മധുരം കുറച്ചും കുറവാണ്, എന്നാലും കുഴപ്പമില്ല. നെയ്യിനൊക്കെ നല്ല ടേസ്റ്റ് വന്നു. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡു ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും പ്രഗ്നൻസി ടൈമിൽ കഴിക്കാൻ പറ്റിയായിരിക്കും, പക്ഷേ വാവയ്ക്ക് പറ്റുന്നില്ല. സ്മെല്ല് തീരെ അടിച്ചിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആള് ഇഷ്ടമായിരുന്നു ബീറ്റ്റൂട്ടിന്റെ എല്ലാ ഇതും, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ ആള് പോയി കിടന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇവിടെ എൻ്റെ ആക്കുകയാണ്. ഇതിലേക്ക് ആക്കി തീരെ ക്ഷീണം പിടിച്ചുപോയി ഈ സ്മെല്ല് അടിച്ചതിനപ്പോൾ. ഇപ്പം ആളിങ്ങനെയാണ്, സ്മെല്ലുകൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഫുഡൊക്കെ വളരെ കുറവാണ്. ഉരുളക്കിഴങ്ങ് സ്റ്റൂ കറിയൊക്കെ ഉള്ളി ഇടാണ്ട് വേണം, എന്തെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ. ഒന്നിലും ഇപ്പൊ ഉള്ളി ഇടാനില്ല. ഉള്ളിയുടെ സ്മെല്ല്. പിന്നെ ഇല്ലെന്താ നെയ്യല്ല, നെയ്യിൻ്റെ സ്മെല്ല് താല്പര്യം. ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെ ഒന്നും പറ്റുന്നില്ല. കുറച്ച് പാടിലൂടെയാണ് ആൾ പോകുന്നത്. അതുകൊണ്ടാണ് വീഡിയോസിലൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെയൊക്കെ എൻഡിലൊക്കെ ആകുമ്പം ചില സീനുകൾ നമ്മൾ ആളുടെ സീന് സെപ്പറേറ്റ് എടുക്കലായിരിക്കും, നമ്മളെ സീന് വേറെ ആയിരിക്കും എടുക്കുക. ചിലപ്പോൾ നമ്മളെ സീന് രാവിലെ എടുത്തിട്ടുണ്ട്, ആളുടെ സീന് രാത്രി ആയിരിക്കും എടുക്കുക. അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ രീതി ചെയ്യുകയാണ്. നമ്മൾ പണ്ടത്തെ പോലെ വലിയ കഥകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. സിമ്പിളായിട്ട് കുക്കിങ്ങോ ഫോട്ടോൻ്റെയൊക്കെ സിമ്പിളായിട്ട് ചെയ്യണം. നമ്മളെ പരിമിതി ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാനാണ് പറ്റുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഒരുപാട് വ്ളോഗുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ആളുടെ ചാനലിൽ വരുന്നുണ്ട്. റിയാക്ഷൻസ് വീഡിയോസും എല്ലാം ഫ്രണ്ട്സിൻ്റെ ഫാമിലീൻ്റെ ഒക്കെ അത് അപ്ലോഡ് ആക്കിയിട്ടില്ല ഓൾറെഡി. എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ എൻ്റെ ആക്കുകയാണ്. Bye.